ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഹൗസ് ഗോയിങ്? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ സെഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു കോൺവെർസേഷൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതേപോലുള്ള ഒരു ലോങ് കോൺവെർസേഷൻ നമുക്കെല്ലാവർക്കും ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റും. അത് വെറുതെ സംസാരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളിയായിട്ട് ഒരു ഫോറിനറൊക്കെ സംസാരിക്കുന്ന അതേ ഭംഗിയോടുകൂടി സംസാരിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരട്ടെ. ഇതേ സ്റ്റൈലിൽ ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാൻ പോകുന്ന അതേ സ്റ്റൈലിൽ ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്കും ഇംഗ്ലീഷ് ഭംഗിയായി സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇതൊക്കെ പറ്റുമോ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴേയൊക്കെ സാധിക്കുമോ എന്നൊക്കെ തോന്നും. പക്ഷെ 100% സാധിക്കും. അതെങ്ങനെയാണെന്ന് ഇന്നത്തെ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങളത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കിയേ. ഇതേപോലെ സംസാരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. Do you have fresh apples here? Yes, they're near the oranges. How much for a kilo? It's 200 rupees per kilo. I'll take 1 kilo, please. Anything else you need? Yes, I need 2 kilos of bananas. Anything else you need? No thanks. That's enough. Okay, here they are. How much for the total? Total is 300 rupees. Can I use Google Pay? Of course, there's a scanner here. Thank you. Have a good day. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾക്കും സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും, എങ്ങനെ ഇത് സാധിക്കുമോ പറ്റുമോ എന്നൊക്കെ തോന്നും ഉറപ്പായിട്ടും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് കൊച്ചു കൂട്ടുകാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒന്ന് മുഹമ്മദ് ഹാഷിമാണ്. മുഹമ്മദ് ഹാഷിം നമ്മുടെ ഒരു നല്ല മിടുക്കനായ വിദ്യാർത്ഥിയാണ്. ഒപ്പം തന്നെ ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഹാഷിമിനെ വിളിക്കാം. ഹാഷിം, ഹലോ. ഹാഷിം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, വെൽക്കം ഹാഷിം. അതുപോലെ ഏഞ്ചലീന, നമ്മുടെ വീഡിയോയിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏഞ്ചലീന മോള് കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് അടിപൊളിയായിട്ട് കുറെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുണ്ട്. ഇന്നൊരു കോൺവെർസേഷൻ ആണ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, രണ്ടാളും കേൾക്കാലോ അല്ലേ? അഥവാ നിങ്ങൾക്ക് വോയിസ് കേൾക്കുന്നില്ലേ അറിയിക്കണം കേട്ടോ. യെസ്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാരെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെയാണ് എന്ന് നിങ്ങൾ കരുതണം. ഞാൻ ഇവരോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളോടാണെന്ന് നിങ്ങൾ കരുതണം. അപ്പോൾ ഞാൻ ഓരോ ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉറക്കെ ലൗഡായിട്ട് പ്രാക്ടീസ് ചെയ്ത് മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കണം. തെറ്റിപ്പോയാലൊന്നും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. നമ്മുടെ കൊച്ചു കൂട്ടുകാരുണ്ട്, അവരും റെഡിയാണ്. ഓക്കെ, അവർ റെഡിയാണ് നിങ്ങൾ രണ്ടാളും? വെരി ഗുഡ്, എക്സൈറ്റഡ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പലപ്പോഴും സൂപ്പർ മാർക്കറ്റ് അതുപോലെ മാളിലൊക്കെ പോകുന്ന സമയത്ത്, ശരിക്കും മാളല്ല മോൾ എന്ന് പറയാം, എന്താ പറയുക, മോൾ ഒക്കെ പോകുന്ന സമയത്ത് പല സാധനങ്ങൾ നമുക്ക് വാങ്ങേണ്ടി വരും അല്ലേ? വാങ്ങേണ്ടി വരാറുണ്ടോ? ഓക്കെ, ഹാഷിം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട് സാർ. ഓക്കെ, അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ പലപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും. അല്ല, ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും പല സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടി വരാറുണ്ട്. അപ്പോൾ നമുക്കൊരു സാധനത്തിൻ്റെ വില എത്രയാണ്, ഇത് എനിക്ക് ഇത്ര, ഒരു 1/2 കിലോ വേണം, 3/4 കിലോ വേണം, അല്ലെങ്കിൽ ഒരു 2.5 കിലോ വേണം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? അതേപോലെ തന്നെ ആകെ മൊത്തം എത്രയായി പൈസ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കേണ്ടി വരാറുണ്ട്. ഇതെല്ലാം എങ്ങനെയാണെന്ന് നമ്മളിന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ കേട്ട് നിൽക്കുന്ന ഓഡിയൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തു പോകാം. കുഞ്ഞു കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ ചോദിക്കുക എന്തായിരിക്കും, ഇപ്പോൾ ഒരു വെജിറ്റബിൾ ഷോപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഷോപ്പിലൊക്കെ ചെന്നാൽ നമ്മൾ ചോദിക്കാറുണ്ടാവും, ഇവിടെ നല്ല ഫ്രഷ് ആപ്പിൾ കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ നല്ല ഫ്രഷ് ഓറഞ്ച് കിട്ടാനുണ്ടോ, അതൊക്കെ ഇവിടെ നല്ല ഫ്രഷ് ഓറഞ്ച് ഉണ്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാറില്ലേ? നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന അതേ വാക്കുകളെ അല്ല നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ആശയങ്ങളാണ് കേട്ടോ. കേൾക്കാവോ ഏഞ്ചലീന? കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാരും വാക്കുകളെയാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യരുത്, ആശയത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോഴാണ് അത് ശരിയാവുള്ളൂ, കറക്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നല്ല ഫ്രഷ് ആപ്പിൾ ഉണ്ടോ, നമ്മുടെ ഷോപ്പിൽ പോയി ചോദിക്കുക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ള റിയൽ വോയിസ് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ടോളൂ. അത് കേൾക്കാം കേട്ടോ. Do you have fresh apples here? കേട്ടോ, Do you have fresh apples here? ഇവിടെ ശ്രദ്ധിക്കുക, ഡു യു ഹാവ് ഫ്രഷ് ആപ്പിൾസ് ഹിയർ എന്നാണ്. അപ്പോൾ ഈ ഡു യു എന്നുള്ളത് പറയുന്നത്, ഈ ഡു യു എന്നുള്ളത് ചേർത്ത് വെച്ചിരിക്കുമ്പം, ഒരുമിച്ച് വെക്കുമ്പം ഡ്യൂ എന്നാണ് പറയുക. ഡ്യൂ ഒന്ന് പറഞ്ഞു നോക്ക് ഹാഷിം, ഒന്ന് പറഞ്ഞേ. ഡ്യൂ എന്താ പറയുക ഏഞ്ചലീന? ഡ്യൂ ഹാവ്. ഈ ഹാവ് എന്നുള്ളത് പറയുമ്പോൾ ഒരു ഹാഫ് ഒരു ഫ ചെറുതായിട്ട് വരുമ്പോൾ തോന്നും, ഓവറായിട്ട് വരില്ല, കുറച്ച് ചെറുതായിട്ട്. അപ്പോൾ do you have ഒന്ന് പറഞ്ഞു നോക്കേ ഹാഷിം. Do you have? Do you have?
Do you have? Do you have? എഞ്ചലീന പറയൂ. Do you have? നമ്മുടെ ഓഡിയൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Do you have fresh apples here? Do you have എന്ന് പറഞ്ഞാൽ ഉണ്ടോ. Do you have ഉണ്ടോ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾസ് ഹിയർ ഇവിടെ. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. Do you have fresh apples here? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന് പറയൂ ഹാഷിം. Do you have fresh apples here? വെരി ഗുഡ്, സൂപ്പർ. ദെൻ ഏഞ്ചലീന. Do you have fresh apples here? വെരി ഗുഡ്. രണ്ടാളും നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. Do you have fresh apples here? ഈ ജിയു എന്നുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷ് ചിലപ്പോൾ പറയുന്ന സമയത്ത് ജിയു എന്ന് ആവാറുണ്ട്. ജാ പറയാറുണ്ട്. ജിയു എന്നുള്ളതിന് ജിയു എന്ന് പറയുന്നത്. ഇതെല്ലാം പഠിച്ചിട്ട് നിങ്ങൾ ഡു യു ഹാവ് ഫ്രഷ് ആപ്പിൾസ് ഹിയർ എന്ന് പറഞ്ഞാൽ മതിയോ? പോരല്ലേ? അപ്പൊ അങ്ങനെ പോരാ. അപ്പൊ അങ്ങനെ പറയുന്നത് തെറ്റല്ല കേട്ടോ, തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ പറയുന്നതിന് നല്ലൊരു ഫ്ലോ ഉണ്ടെങ്കിൽ ആളുകൾക്ക് കേൾക്കാനും നമുക്ക് സംസാരിക്കാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ Do you have fresh apples here? ഒന്നുകൂടി പറയൂ ഏഞ്ചലീന. Do you have fresh apples here? നമ്മൾ ഓഡിയൻസ് ഒന്നുകൂടി പറഞ്ഞു നോക്കുക പെട്ടെന്ന് തന്നെ. ഇനി ഇവിടെ ആപ്പിളിന് പകരം നമുക്ക് ഇഷ്ടമുള്ള സാധനം വെക്കാം. ഇപ്പൊ നല്ല ഫ്രഷ് ഓറഞ്ച് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും ഹാഷിം? Do you have fresh oranges here? യെസ്. Do you have fresh oranges here? ഈ ഓറഞ്ചസ് എന്ന് വരാൻ കാരണം എന്താണ്? ഒന്നിൽ കൂടുതൽ സാധനങ്ങളുണ്ട് അല്ലേ? ഒന്നിൽ കൂടുതൽ ഓറഞ്ചുകളുണ്ട് അല്ലേ? ഇവിടെ നല്ല വെജിറ്റബിൾസ്, വെജീസ് എന്ന് പറയാം. വെജിറ്റബിൾ നമുക്ക് വെജീസ് എന്ന് ഷോർട്ടായി പറയാറുണ്ട് കേട്ടോ. നല്ല വെജിറ്റബിൾസ് ഉണ്ടോ, നല്ല ഫ്രഷ് വെജിറ്റബിൾ ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഏഞ്ചലീന പറയൂ. Do you have fresh veggies here? Yeah, right. Do you have fresh veggies here? ഇനി ഇവിടെ നല്ല ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് ഇവിടെ ഉണ്ട്. പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും ചോദിക്കാറുണ്ട് നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹാഷിം ഒന്ന് ട്രൈ ചെയ്തേ. Do you have fresh juices here? അവിടെ മോന ഡ്യൂ എന്നുള്ള ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. Do you have fresh juices here? Correct, super. Do you have fresh juices here? Okay, very good. Okay. ഇനി ഇതേപോലെ വേറെ എന്തെങ്കിലും ഒരു സംഭവം കൂടി നമുക്കൊന്ന് ഒരു നല്ല നമ്മളിപ്പോൾ പച്ചക്കറികൾ എടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് ഈ ടൊമാറ്റോസ് അത്ര നല്ലതല്ല. ടൊമാറ്റോ ആണോ? തക്കാളിക്ക് എന്താ പറയാ? ടൊമാറ്റോ ആണോ? ടൊമാറ്റോസ് എന്താ പറയാ? Tomatoes. വെരി ഗുഡ്. ടൊമാറ്റോസ് നമ്മൾ പറയാം ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, ടൊമാറ്റോ അല്ല, ടൊമാറ്റോസ് പറഞ്ഞു നോക്ക് ഹാഷിം. Tomatoes. സൂപ്പർ. ഓക്കെ, ഏഞ്ചലീന. Tomatoes. അതുപോലെ പൊട്ടാറ്റോ അല്ല, പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ എന്തോ പൊട്ടി വീഴുമ്പോൾ തോന്നും. പൊറ്റേറ്റോസ്. വാട്ട് ഇസ് ദാറ്റ്? Potatoes. യെസ്. ഇതിപ്പോ എല്ലാം ഇങ്ങനെ കറക്റ്റ് പറഞ്ഞ് ഇങ്ങനെ പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളിത് മനസ്സിലാക്കി വെക്കണം ഏതിന്റെ ഉച്ചാരണമൊക്കെ, അപ്പൊ നല്ലതായിരിക്കും. അപ്പൊ ഇവിടെ ചോദിക്കേണ്ടത്, നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കുറെ തക്കാളിയൊക്കെ കുറച്ച് ചീഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ഇവിടെ നല്ല ഫ്രഷ് തക്കാളി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ ചോദിക്കും ഹാഷിം? Do you have fresh tomatoes here? Super. Do you have fresh tomatoes here? Okay, Angelina. Do you have fresh tomatoes here? Super. Okay. അപ്പൊ പറയാണ് ഇനി നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ Do you have fresh apples here എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പൊ പറയണ അത് ആ ഓറഞ്ചിന്റെ അടുത്തുണ്ടല്ലോ, അത് ആ ഓറഞ്ചിന്റെ അടുത്ത് ഉണ്ടല്ലോ നമ്മൾ പറയില്ലേ. ചിലപ്പോ അത് ആ ബാസ്കറ്റിന്റെ അടുത്ത് ഉണ്ടല്ലോ എന്ന് പറയില്ലേ. അപ്പൊ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഉണ്ട്, അതാ നമ്മുടെ ടേബിളിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇതിവിടെ ഓറഞ്ചിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അപ്പൊ ഉണ്ടെന്നുള്ളതിന് യെസ് അല്ലേ? ഇനി ഇത് ഉണ്ട്, അത് ഓറഞ്ചിന്റെ അടുത്താണുള്ളത്, അതെങ്ങനെയാ പറയേണ്ടതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം നമുക്ക്. Yes, they're near the oranges. Yes, they are near the oranges. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, they are, yes എന്ന് പറഞ്ഞാൽ ശരി, they are, അവ near അടുത്താണ്, the oranges ഓറഞ്ചിന്റെ അടുത്താണ്. അപ്പോൾ they are എന്ന് പറയുന്ന സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ they are ഒന്നും ഉണ്ടാവില്ല, പറയുമ്പോൾ ദയാന്നേ ഉണ്ടാവുള്ളൂ. ദയ, മലയാളത്തിൽ നമ്മൾ ദയ എന്ന് പറയില്ലേ, ആ ദയ എന്ന് പറയുന്ന പോലെ അത്ര സംഭവം ഉണ്ടാവുള്ളൂ. അപ്പോ they are near the oranges. Yeah, they are near the oranges. Okay, they are near the near എന്നിങ്ങനെ ഇല്ല കേട്ടോ, അധികം വേണ്ട. They are near the oranges. അല്ലോ, near the, they are near the പറഞ്ഞ ഏഞ്ചലീന. They are near. near the near the oranges. Okay, ഹാഷിം പറഞ്ഞ they എന്ന് പറഞ്ഞേ. They are near the oranges. Yeah, oranges. അപ്പോൾ പറഞ്ഞേ yes, they are near the oranges. ഒന്ന് പറഞ്ഞു നോക്കൂ ഏഞ്ചലീന. Yes, they are near the oranges. Okay, good. ഒന്ന് പറയൂ ഹാഷിം.
Yes, they are near the oranges. യെസ്. ഇനി പറയാണ് ആ ബാസ്ക്കറ്റിന്റെ അടുത്തുണ്ടത്. അപ്പൊ നമ്മൾ ചോദിക്കാണ് നല്ല കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ കിട്ടുക. പിന്നെന്താ ബാസ്ക്കറ്റിന്റെ അടുത്തുണ്ട്. അപ്പൊ എങ്ങനെ പറയാം ഏഞ്ചലീന? Yes, they are near the basket. യെസ്, ദേ ആർ നിയർ ദി ബാസ്ക്കറ്റ്സ്. അല്ലേ? ആ ബാസ്ക്കറ്റുകളുടെ ഒക്കെ അടുത്തുണ്ടെന്ന് പറയാണ്. ഇനി ഞാൻ നേരത്തെ ചോദിച്ച പോലെ ജി ഹാവ് ഫ്രഷ് ജ്യൂസസ് ഹിയർ. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടുമോ ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് അത് ഫ്രിഡ്ജിനുള്ളിലുണ്ട്. അപ്പോൾ എങ്ങനെ പറയും? Yes, they are in the fridge. ഫ്രിഡ്ജ്. ഇതിൽ ഫ്രിഡ്ജ് നമ്മൾ പൊതുവിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും കുറച്ചുകൂടി നല്ലത് ശരിക്കും ഫ്രീസറാണ്. ഫ്രീസർ. ഓക്കെ, നമ്മളിവിടെയൊക്കെ എടുത്തു വെക്കുന്ന സംഭവത്തിന് ഫ്രീസർ എന്നാണ്. ഫ്രിഡ്ജ് മുമ്പ് പറഞ്ഞാൽ ശരി തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ നോർമലി ഫ്രിഡ്ജ് എന്നാണ് പറയാറ്. ഫ്രീസർ എന്ന് ഉപയോഗിക്കാം. ദേ ആർ ഇൻ ദ ഫ്രിഡ്ജ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല എന്താണ്? ദേ ആർ In the freezer. ഇൻ ദ ഫ്രീസർ. ഒന്ന് പറഞ്ഞു നോക്കുക, മോളൊന്ന് പറഞ്ഞേ. Yes, they are. Yes, they are in the freezer. ഫ്രീസർ. ദേ ആർ ഇൻ ദ ഫ്രീസർ. നല്ല ഫ്രഷ് ജ്യൂസ് ഉണ്ടോ? അതേലോ ആ ഫ്രീസറിനുള്ളിലുണ്ട്. യെസ്, ദേ ആർ ഇൻ ദ ഫ്രീസർ. ക്ലിയർ? Yes. ഓക്കെ. അപ്പോൾ എന്തൊരു സാധനം ഉണ്ടെങ്കിലും പറയാം. ഇനി പറയാണ് നമ്മളിപ്പോൾ ചോദിക്കാം നമ്മൾ വീട്ടിലേക്കുള്ള. ഇനിയിപ്പോൾ നമ്മൾ കേട്ടുവെക്കുന്ന സുഹൃത്തുക്കൾ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതേപോലെ കണക്ട് ചെയ്ത് പറഞ്ഞു നോക്കാം. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക, കുറച്ച് കക്കരി, വെള്ളിരി എന്നൊക്കെ പറയില്ലേ നമ്മൾ കഴിക്കുന്നത് സാലഡിലിടുന്നത് അല്ലേ? കക്കരിന്നും വെള്ളിരിന്നും ഒക്കെ പറയുന്നത്. Cucumber ആണോ? യെസ്, കുക്കുംബർ അല്ല, ക്യൂക്യുംബർ. ക്യൂക്യുംബർ എന്താ പറഞ്ഞ പറയാ? Cucumber. ക്യൂക്യുംബർ. നമ്മൾ കുക്കുംബർ എന്ന് പറയും. കുക്കുംബർ മാറ്റിയിട്ട് നമ്മള് Cucumber. ക്യൂ ആക്ക. ക്യൂക്യുംബർ. Cucumber. ക്യൂക്യുംബർ ഒന്ന് പറഞ്ഞു നോക്കി ഏഞ്ചലീന. Cucumber. ക്യൂക്യുംബർ. റൈറ്റ്. ഓക്കെ. അപ്പൊ പറയാണ് എനിക്ക് കുറച്ച് ഫ്രഷ് ക്യൂക്യുംബർ കിട്ടുമോ? മോനാണ് ചോദിക്കേണ്ടത്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ക്യൂക്കംബർ എന്നാണ്? ക്യൂക്യുംബർ. ക്യൂക്യുംബർ എന്ന് പറയാം. ക്യൂക്യുംബർ. ക്യൂ അല്ലടാ. ക്യൂ എന്നല്ല, ക്യൂക്യുംബർ. Cucumber. രണ്ടാമത്തെ ക്യൂക്യുംബർ. ഓക്കെ. പണ്ട് മോന് പറഞ്ഞത് ഞാൻ ഓർമ്മയുണ്ടോ? മോനോട് ഒരിക്കലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ക്യൂക്യുംബർ ഓർമ്മയുണ്ടോ? Cucumber. Yes, sir. വെരി ഗുഡ്. ഓക്കെ, ക്യൂക്യുംബർ. പിന്നെ അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ചോദിക്കും, നിങ്ങൾ രണ്ടാൾക്ക് ഈ രണ്ട് ക്യാരക്ടർ തരാണ്. അപ്പോൾ ഏഞ്ചലീന ക്യാരക്ടർ എ ആണോ ബി ആണോ? എ എടുക്കുന്നു. അപ്പോൾ ഏഞ്ചലീന ചോദിക്കുകയാണ്, ഹാഷിമിനോട് ചോദിക്കുകയാണ്, ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യൂക്കംബർ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കും. ക്യൂക്കംബർ. അപ്പോൾ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്. അപ്പോൾ ഹാഷിം പറയാണ്, അത് ടേബിളിന് അരികിലുണ്ടല്ലോ. നിയർ. അരികെ എന്ന് പറഞ്ഞാൽ അടുത്ത്. നിയർ കേട്ടോ, അരികെ എന്നല്ലേ? ഓക്കെ. മോൻ അങ്ങനെ എന്തെങ്കിലും മലയാളത്തിൽ അങ്ങനെ കൺഫ്യൂഷൻ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി. ഓക്കെ. നമ്മുടെ ഹാഷിം നമ്മുടെ ഒരുപാട് നാളായിട്ട് നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഒപ്പം തന്നെ നല്ല ബ്രില്യൻ്റ് ആണ് പല കാര്യങ്ങൾക്കും. ഹാഷിമിൻ്റെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് നോളജ് കഫേ എന്നാണ്. നമ്മളിവിടുന്ന് ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഹാഷിമിൻ്റെ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? ഹാഷിം എന്തായാലും നോളജ് കഫേ അല്ലേ നമ്മുടെ ചാനൽ? അതെ, നോളജ് കഫേ ആണ്. അപ്പൊ അതിൽ ഇതേപോലെ ഇങ്ങനെ വേർഡ്സ്, വെർബ്, ഇതിനെ പറ്റിയൊക്കെ ഹാഷിം വോയിസ് ഇടും അല്ലേ? വെരി ഗുഡ്, ബ്രില്യൻറ്റ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇതേപോലെ അതുപോലെ ഏഞ്ചലീനയ്ക്ക് അതേപോലെ തന്നെ ചെറിയ ചെറിയ വോയിസുകളും സംഭവങ്ങളൊക്കെ ഏഞ്ചലീന ചെയ്യാറുണ്ട്. ഇതേപോലെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ പഠിക്കാൻ തുടങ്ങും കൂടുതൽ കാര്യങ്ങൾ. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം പഠിക്കണ ഒരാളെ പഠിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇവർ രണ്ടാളും തമ്മിൽ സംസാരിക്കാൻ പോകണം. അപ്പോൾ ഏഞ്ചലീന ചോദിക്കുകയാണ് ക്യൂക്കംബർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹാഷിം പറയാണ് ടേബിളിന് അരികിലാണ് ഇതുള്ളത് അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ഏഞ്ചലീന. Do you have fresh cucumbers here? Yes, they are near the table. വെരി ഗുഡ്, സൂപ്പർ. രണ്ടാളും നല്ല അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കേട്ടിട്ടുണ്ടാവുമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത്, ഈ നമ്മളൊരു സാധനത്തിന് വില എത്രയാണെന്ന് ചോദിക്കുമല്ലോ അല്ലേ? നമ്മളൊരു സാധനം എന്ത് വാങ്ങുമ്പോൾ അതിന് വില എന്താണെന്ന് ചോദിക്കും. അതാണ് നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചോദിക്കാവുന്ന ഒരു രീതിയാണ് ഹൗ മച്ച് ഫോർ എ കിലോ. കിലോയ്ക്ക് എന്താ വില? കിലോയ്ക്ക് എത്ര രൂപയാണ് കിലോയ്ക്ക് എന്ന് ചോദിക്കില്ലേ? കിലോയ്ക്ക് എത്ര രൂപ എന്ന് ചോദിക്കില്ലേ? എത്ര രൂപയാണ് കിലോയ്ക്ക് അല്ലേ? അതല്ലേ കുറച്ചുകൂടി ക്ലിയർ. ഓക്കെ. എന്ത് സാധനം നമ്മളിപ്പോൾ മാംഗോ, ഓറഞ്ച് എന്തൊക്കെയാണ് നമ്മൾ കിലോ എന്താ വില എന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഒരിക്കലും ഈ മലയാളത്തിൽ കിലോയ്ക്ക് എന്താ റേറ്റ് എന്നുള്ള അതേ വേർഡ് വെച്ചിട്ടല്ല ഇതിനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ആ ഐഡിയ ആണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ ചോദിക്കുകയാണ് ഹൗ മച്ച് ഫോർ എ കിലോ. ഓക്കെ, അതെങ്ങനെ ചോദിക്കാൻ നമുക്കൊന്ന് കേൾക്കാം. How much for a kilo? ഹൗ മച്ച് ഫോർ എ കിലോ. എങ്ങനെ ചോദിക്കും? ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ
എത്ര രൂപയാണ്, എത്ര പണം. നമുക്കൊന്നും വേണ്ട, ഒരാളോട് ഇപ്പോൾ ഒരു സാധനത്തിന്റെ ഇങ്ങനെ നമ്മൾ പുറത്തു പോയി അപ്പോൾ അതിന്റെ വില എന്താണെന്ന് ചോദിക്കണമെങ്കിൽ അതിനെ എടുത്തു വെച്ചിട്ട് നമുക്ക് ചോദിക്കാം ഹൗ മച്ച് എന്ന് ചോദിച്ചാൽ തന്നെ അവർക്ക് മനസ്സിലായി ഇതിന്റെ വില എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ കിലോയ്ക്ക് എന്താണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൗ മച്ച് ഫോർ എ കിലോ. ഇവിടെ ഈ 4 എന്നുള്ള കാര്യം പലരും വിട്ടും. ഹൗ മച്ച് ഫോർ എ കിലോ എന്നാണ് ഇത് ചോദിക്കേണ്ട രീതി. ഒന്നുകൂടി കേട്ടോളൂ. How much for a kilo? എങ്ങനെ ചോദിക്കുന്നേ? How much for a kilo? ഹൗ മച്ച് ഫോർ എ കിലോ. ഹൗ മച്ച് ഫോർ എ കിലോ. എഞ്ചലീന പറഞ്ഞു നോക്കൂ. How much for a kilo? യെസ്, ഒന്നുകൂടി പറയൂ ഹാഷിം. How much for a kilo? ഹൗ മച്ച് ഫോർ എ കിലോ. ഓക്കെ, യെസ്. അപ്പൊ ആ രീതിയിൽ നിങ്ങളിത് ഒരാളോട് ഇതിന്റെ റേറ്റ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ എന്റെ റേറ്റ് അല്ലേ പറയണ്ടേ. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്താണെങ്കിലും ഒരു റേറ്റ് ചോദിക്കണേ ഹൗ മച്ച് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കിലോ ആണെങ്കിൽ ഹൗ മച്ച് ഫോർ എ കിലോ എന്ന് ചോദിക്കാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന കോൺവെർസേഷൻ നമ്മുടെ നിത്യജീവിതത്തിൽ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ പറയാണ് ഇതിന് 200 രൂപയാണ് കിലോ. എത്ര രൂപയാണ് ആ രൂപ നിങ്ങൾക്ക് പറയാം. ഇവിടെ ഞാൻ പറയുന്നത് ഇതിന് 200 രൂപയാണ് കിലോയ്ക്ക്. കിലോയ്ക്ക് 200 രൂപ എന്ന് പറയുന്നത് കേട്ടോ, കിലോയ്ക്ക്. അപ്പൊ കിലോയ്ക്ക് 200 രൂപയാണെന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ല 200 രൂപയാണ് വില എന്ന് മാത്രമല്ല, ഒരു കിലോയ്ക്ക് 200 രൂപയാണെന്നാണ് പറയേണ്ടത്. അതെങ്ങനെയാ പറയേണ്ടത് കേട്ടോളൂ. It's 200 rupees per kilo. കേട്ടോ, ഇറ്റ്സ് 200 rupees per kilo. ഇറ്റ്സ് ഇതിന്, ഇറ്റ് ഈസ് എന്നുള്ളതിന്റെ ഷോർട്ടാണ് എന്ത്, ഇറ്റ്സ് 200 rupees. ഇനി 200 രൂപയാണ് പെർ കിലോ. പെർ കിലോ എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക്. ഓക്കെ, എഞ്ചലീന ക്ലിയർ ആണോ? ഒന്ന് മോള് പറഞ്ഞേ. It's 200 rupees for per kilo. ഇറ്റ്സ് 200 rupees per kilo. അത്ര മാത്രം മതി. Okay. ഒന്ന് പറഞ്ഞു നോക്കിയേ. It's 200 rupees per kilo. യെസ്, ഇത് 400 രൂപയാണ്. മോൻ ഒന്ന് പറഞ്ഞേ. It's 400 rupees per kilo. യെസ്, ഇറ്റ്സ് 400 rupees per kilo. ഇനി നേരത്തെ ചോദിച്ചത് ഹൗ മച്ച് ഫോർ എ കിലോ എന്ന് ചോദിച്ചല്ലോ. ഒരു കിലോയ്ക്ക് എന്താ വില എന്നല്ലേ. ഇനി 2 കിലോയ്ക്ക് എന്താ വില എന്ന് എങ്ങനെ ചോദിക്കുമ്പോൾ How much for 2 kilos? ഹൗ മച്ച് ഫോർ 2 kilos. കണ്ടോ, മോൻ ഇവിടെ ഉപയോഗിച്ചുണ്ടോ, കിലോ അല്ല കിലോസ്. അപ്പൊ ഒന്നിലധികം കിലോ ആകുമ്പോൾ എന്ത് വേണം, കിലോ മതിയോ, കിലോസ് എന്ന് വേണം അല്ലേ. ഹൗ മച്ച് ഫോർ 2 kilos. ഓക്കെ, അപ്പൊ 2 കിലോയ്ക്ക് എന്താണ് വില എന്നായി. ഇനി 1/2 കിലോയ്ക്ക് എന്താ വില എന്ന് എങ്ങനെ ചോദിക്കും. How much for half kilo? അവിടെ ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യണം. ഹാഫ് എ കിലോ. ഹാഫ് എ കിലോ പലരും വിട്ടുപോകുന്ന കാര്യമാണ്. ഹാഫ് കിലോ എന്നല്ല വേണ്ടത്, ഹാഫ് എ കിലോ എന്ന് പറയണം. How much for a half a kilo? ഹൗ മച്ച് ഫോർ ഹാഫ് എ കിലോ. ഹൗ മച്ച് ഫോർ എ ഹാഫ് എ കിലോ വേണ്ട, ഹൗ മച്ച് ഫോർ ഹാഫ് എ കിലോ എങ്ങനെ ചോദിക്കും. How much for half a kilo? എങ്ങനെ പറയും എഞ്ചലീന. How much for half a kilo? ഹൗ മച്ച് ഫോർ ഹാഫ് എ കിലോ. ഒന്നുകൂടി ചോദിച്ചേ എഞ്ചലീന. How much for half a kilo? 4 കിലോയ്ക്ക് എന്താ വില എന്നെങ്ങനെ ചോദിക്കും. How much for 4 kilos? 4 kilos. ആണോ, കിലോസ്. ഓക്കെ, അപ്പോൾ 1/2 കിലോയ്ക്ക് എങ്ങനെയാണ് പറയാ. How much for half a kilo? വെരി ഗുഡ്, സൂപ്പർ. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ പറയാണ് ഇതിന് 500 രൂപയാണ് ഒരു കിലോയ്ക്ക്. എങ്ങനെ പറയും എഞ്ചലീന. It's 5. ഇതിന് 500 രൂപയാണ് ഒരു കിലോ. It's 500 rupees per kilo. ഒന്നുകൂടി ക്ലാരിറ്റി വരട്ടെ. It's 500 rupees per kilo. It's 500 rupees per kilo. അപ്പൊ ഇനി നിങ്ങൾ രണ്ടാളും ഇത് ചോദിക്കുക കേട്ടോ. എന്താണ് ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് പറയാം. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ വില എന്ന് പറയാം, ഇഷ്ടമുള്ള റേറ്റ് പറയാം. ഓക്കെ, 1 കിലോയ്ക്കോ അല്ലെങ്കിൽ 1/2 കിലോയ്ക്കോ 2 കിലോയ്ക്കോ എത്ര കിലോയ്ക്കോ വേണ്ടെന്നുള്ളത് നിങ്ങൾ ചോദിക്കാം. അപ്പൊ നേരത്തെ ഫസ്റ്റ് എഞ്ചലീന അല്ലേ പറഞ്ഞു, മോൻ പറഞ്ഞു, ഹാഷിം പറഞ്ഞു. Do you have fresh apples here? അതല്ല, ഇത് മാത്രം ഒന്ന് മോൻ പറഞ്ഞേ, കിലോന്റെ കാര്യം ചോദിക്കുന്നത് മാത്രം. How much for a kilo? ഹൗ മച്ച് ഫോർ എ കിലോ എന്നുള്ളത് ഞാൻ പറഞ്ഞു. മോൻ ഇഷ്ടമുള്ളൊരു ഇത് പറഞ്ഞു, 2 കിലോന്നോ 3 കിലോന്നോ ഹാഫ് എ കിലോന്നോ അങ്ങനെ ഇഷ്ടമുള്ളത് പറയാം. How much for half a kilo? It's 250 rupees per kilo. It's 250 rupees per kilo. Correct. Very good. കണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മുടെ ഓഡിയൻസ് കേട്ട് നിൽക്കുന്ന സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഉറക്കെ പറഞ്ഞു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം പറയാം. ഞാനൊരു മോഡൽ തരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ മോഡലിനെ മാറ്റിയിട്ട് പറയാൻ വേണ്ടി ട്രൈ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, എനിക്കൊരു 2 കിലോ എടുത്തോ, എനിക്കൊരു 1/2 കിലോ എടുത്തോ, എനിക്കൊരു 1.5 കിലോ എടുത്തോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതെങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം.
I'll take 1 kilo, please. I'll take 1 kilo, please. ശ്രദ്ധിക്കണം, I will take എന്നുള്ളതിന്റെ ഷോർട്ടാണ് I will take 1 kilo. ഞാൻ 1 കിലോ എടുക്കുകയാണ് പ്ലീസ് എന്നുള്ള ആ രീതിയിലല്ല കാണേണ്ടത്. എനിക്ക് 1 കിലോ എടുത്തോളൂ എന്നല്ല നമ്മൾ പറയാറുണ്ടല്ലോ. എനിക്ക് 1 കിലോ എടുത്തോളൂ കേട്ടോ, നമ്മൾ പറയില്ലേ? ആ സംഭവത്തിൻ്റെ ആശയമാണ്. അല്ലാതെ ഒരിക്കലും ഐ വിൽ ടേക്ക് എന്നുകൊണ്ട് ഓരോ വേർഡ് ബൈ വേർഡ് നമ്മൾ മലയാളവും ഇംഗ്ലീഷും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഇവിടെ പറയുന്നത് ഐ വിൽ എന്നുള്ളതിന് എന്ത് പറയും ഏഞ്ചലീന? I'll. വെരി ഗുഡ്. എന്ത് പറയും ഹാഷിം? I'll. ഐ വിൽ എന്നുള്ളതിന് I'll take 1 kilo, please. I'll take 1 kilo, please. പറഞ്ഞു നോക്ക് ഹാഷിം. I'll take 1 kilo, please. I'll take 1 kilo, please. ഏഞ്ചലീന പറഞ്ഞു നോക്കൂ. I'll take 1 kilo, please. ഇനി ഇഷ്ടമുള്ള ഒരു വെയിറ്റ് പറയൂ ഏഞ്ചലീന. I'll take 2 kilo, please. 2 kilo, please. ഹാഷിം പറയൂ. I'll take half a kilo, please. Half a kilo, please. ആണോ? എനിക്ക് 1/2 കിലോ എടുക്കൂ. I'll take half a kilo, please. Very good. Okay. ഇനി നമ്മൾ അടുത്തായിട്ട് ചോദിക്കുന്നത്, ഒരാളോട് ഒരു റേറ്റ് പറഞ്ഞു, ആ സാധനത്തിന് എടുത്തോളാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്തായിരിക്കും അറിയോ? ആ ചോദ്യം കേട്ടോളൂ. Anything else you need? കണ്ടാ? Anything else you need? Anything. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? അല്ലേ? നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിന്ന് സാധനം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്ന് സാധനം എടുക്കുമ്പോൾ നമ്മൾ അവരോട് ഈ സാധനം എടുത്തോളൂ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, അല്ല വേറെ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക് എന്ന് ചോദിക്കും. ചോദിക്കുമോ? ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചോദിക്കുന്നത്? എന്താ ഇവിടെ ചോദിക്കുന്നത്? എനിത്തിങ് എൽസ് യു നീഡ്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? എനിത്തിങ് എൽസ്, മറ്റെന്തെങ്കിലും യു നീഡ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. ഒന്നുകൂടി കേൾക്കാം. Anything else you need? എന്ന് പറയുമ്പോനെ Anything else you need? എനിത്തിങ്. അധികം വേണ്ട. എനിത്തിങ് എൽസ് യു നീഡ്. Anything else you need? പറഞ്ഞു നോക്കുക ഏഞ്ചലീന. Anything else you need? എനിത്തിങ് എൽസ് യു നീഡ്. മറ്റെന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കുന്നത്. എനിത്തിങ് എൽസ് യു നീഡ്, മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് വേണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വേണമെങ്കിൽ ആ സാധനത്തൊക്കെ നമുക്ക് പറയേണ്ടതുണ്ടാവും. ഇപ്പോൾ പറയാണ് എനിക്ക് വേറെ 1-2 സാധനം കൂടി വേണം. അപ്പോൾ ഇവിടെ ഇവരെന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. Yes, I need 2 kilos of bananas. കേട്ടോ? യെസ് ഐ നീഡ് 2 kilos of bananas. കേട്ടോ? എനിക്ക് എന്ത് വേണം? യെസ് ഐ നീഡ്, എനിക്ക് ആവശ്യമുണ്ട് 2 kilos of 2 കിലോ ബനാനസ്. എന്താണ്? Yes, I need 2 kilos of bananas. ബനാനസ് എങ്ങനെ പറയാ ഏഞ്ചലീന? Yes, I need 2 kilos of bananas. അതാണ്. വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ പറയാണ് എനിക്ക് 2 കിലോ ബനാനയും കൂടി വേണം. യെസ് ഐ നീഡ് 2 kilos of banana. 2 കിലോ ബനാനയും കൂടി എനിക്ക് ആവശ്യമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആ സാധനം കൂടി നമ്മൾ എടുക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വേണമെന്ന് ചോദിച്ചത് ആദ്യം? എന്തെങ്കിലും വേണമെന്ന് എങ്ങനെ ചോദിക്കാം? Anything else you need? എനിത്തിങ് എൽസ് യു നീഡ്. നമുക്ക് ഇതുവരെ പറഞ്ഞ സംഭവങ്ങൾ വേണേൽ നമുക്കൊന്ന് ഓർഡറിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് അതിന്റെ തുടർച്ച ബാക്കി പറയാം. നിങ്ങൾ ആ കൺഫ്യൂഷനിൽ അത് വിട്ടുപോകാൻ പാടില്ല. ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ ഫസ്റ്റ് ചെല്ലുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ചോദിക്കാം കേട്ടോ. ആപ്പിളോ ഓറഞ്ചോ ഗ്രേപ്പോ ഇനി അതല്ല വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ആരാ ഫസ്റ്റ് ചോദിക്കുന്നേ? ഹാഷിം ചോദിക്കും. വെരി ഗുഡ്. അപ്പോൾ ഹാഷിം ചോദിക്കും. ഷോപ്പ് കീപ്പറായിട്ട് ഏഞ്ചലീനയാണ്. അപ്പോൾ ഏഞ്ചലീനോട് ചോദിക്കുകയാണ്, ഇഷ്ടമുള്ള സാധനം ചോദിക്കാം. അപ്പോൾ ഏഞ്ചലീനയ്ക്ക് പറയാം അത് വേണമെങ്കിൽ എവിടെ ഇരിക്കുന്നതെന്ന് പറയാം. ചിലപ്പോൾ അത് ഫ്രിഡ്ജിനടുത്താകാം, ചിലപ്പോൾ ടേബിളിനടുത്താകാം, അല്ലെങ്കിൽ ബാസ്ക്കറ്റിനടുത്താകാം, എവിടെ ആയിരിക്കാം. അതിനുശേഷം എത്ര കിലോ വേണമെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിലോ പറയാം. ഓക്കെ, അങ്ങനെ ഇഷ്ടമുള്ള കിലോ പറയാം. അങ്ങനെയാണെങ്കിൽ 1 കിലോ എടുക്കാനോ 2 കിലോ എടുക്കാനോ ഒക്കെ പറയാം. ഇത് നമുക്ക് ഫ്രഷ് മാറ്റിയിട്ട് ഇപ്പൊ ടീ ആണെങ്കിൽ ടീന്ന് മാത്രമായിട്ട് പറയാനും പറ്റും. തീർച്ചയായിട്ടും പറയും. നമുക്കിപ്പോ ഉദാഹരണമായിട്ട് നമുക്കിപ്പോ എനിക്കൊരു ചായ കിട്ടുമോ, ഇവിടെ ചായ ഉണ്ടോ എന്നൊക്കെ ചോദിക്കല്ലേ. ഇപ്പൊ നമുക്ക് ഒന്നും വേണ്ട, നമ്മൾ കുറച്ച് ഫെന്യൂഗ്രീക്ക്. ഡു യു ഹാവ് ഫെന്യൂഗ്രീക്ക് ഹിയർ? ഫെന്യൂഗ്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? അറിയില്ല. ഡോണ്ട് വറി ഞാൻ പറഞ്ഞുതരാം. ഫെന്യൂഗ്രീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉലുവയില്ലേ, ഉലുവ കറിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്പൈസസ്, ക്ലോവ്, കാർഡമം, പേപ്പർ, ഓക്കെ, ഇങ്ങനെ എന്തും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഡു യു ഹാവ് എന്താ പറയുക കാർഡമം ഹിയർ ആൻഡ് അല്ലെങ്കിൽ പെപ്പർ ഹിയർ. ഓക്കെ, പെപ്പർ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കാം. അവിടെ ഫ്രഷ് പാക്കറ്റ് അങ്ങനെ വേണം ചോദിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ
നമ്മൾ ഈ ഒരു ഓർഡറിൽ ആ ഫ്രഷും കൂടെ ഉപയോഗിച്ച് ചെയ്താൽ നന്നായിരിക്കും. നമ്മളിത് പഠിക്കാണല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ മോൻ ചോദിച്ചോ. Do you have fresh oranges here? Yes, there are near the basket. Yeah, there are എന്നുള്ളതിന്റെ they are ആണ് കേട്ടോ. there are ആയി പോരുത്. എന്താണ്? They are near the baskets. Okay, very good. Then How much for a kilo? It's 500 rupees per kilo. I'll take 2 kilos, please. Anything else you need? Yes, I need 2 kilos of watermelon. very good. I need 2 kilos of watermelon. Okay, watermelon. Yes. ഇനി ഇതേ സംഭവം തന്നെ ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒന്നും വേണ്ട. അപ്പൊ അവര് നമ്മളോട് ചോദിക്കാണ് വേറെ എന്തെങ്കിലും വേണോ ചോദിക്കാണ്. ഇല്ല, നമുക്കൊന്നും വേണ്ട എന്ന് പറയണം. അത് മതി, ഇത്രയും മതി, എനിക്ക് അത്രയും മതി എന്ന് ചോദിക്കില്ലേ? അത് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് പറയാന്നുള്ളത്. ഇപ്പൊ അപ്പൊ ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചോദിക്കാം. Anything else you need? അങ്ങനെ ചോദ്യം ചോദിച്ചു. അപ്പൊ പറയാണ് എനിക്കത് മതി, വേറെ ഒന്നുമില്ല, താങ്ക് യു എന്ന് നമ്മൾ പറയാം. അതെങ്ങനെയാ പറയുന്നത് കേൾക്കാം. No thanks. That's enough. സിമ്പിൾ ആണ്. നോ താങ്ക്സ്, ദാറ്റ്സ് ഇനഫ്. അത് മതി, നോ താങ്ക്സ്. നമ്മളോട് ഇനി എന്തെങ്കിലും വേണോന്ന് ചോദിച്ചതിൽ വളരെയധികം നന്ദി. അതാണ് നമ്മൾ നോ താങ്ക്സ്, ദാറ്റ്സ് ഇനഫ്. ദാറ്റ്സ് ഇനഫ് എങ്ങനെ പറയും? No thanks, that's enough. ദാറ്റ്സ് ഇനഫ്. ദാറ്റ് ഈസ് ഇനഫ് എന്നുള്ളതിന്റെ ഷോർട്ടായിട്ട് ദാറ്റ്സ് ഇനഫ്. എപ്പോഴും നിങ്ങൾ ഈ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വാക്കുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് പറയണം. ദാറ്റ് ഈസ് ഇനഫ് എന്നല്ല പറയേണ്ടത്, ദാറ്റ്സ് ഇനഫ്. ദാറ്റ്സ് ഇനഫ് പറഞ്ഞേക്കും മോനെ. That's enough. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ദാറ്റ്സ് ഇനഫ്. ഉണ്ടോ, നമ്മൾ എന്ത് സാധനവും നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൈലിലേക്ക് വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ രീതിയിൽ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, യെസ്, നോ താങ്ക്സ്, ദാറ്റ്സ് ഇനഫ്. ഇനി സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം നമുക്ക്. Okay, here they are. ഇനി പറഞ്ഞ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഹിയർ ദേ ആർ. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? ഇതാ നമ്മളൊരു സാധനം, നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതാ എന്ന് പറയില്ലേ? നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറയില്ല നിങ്ങൾ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്, ഇതാ സാധനം കേട്ടോ, വേറെ എന്തെങ്കിലും വേണോ, ഇതാ സാധനം കേട്ടോ. ഓക്കെ, ഇതാ സാധനം എന്നുള്ള പറഞ്ഞ് എടുത്തു കൊടുക്കുന്ന രീതിയാണ് ഓക്കെ, ഹിയർ ദേ ആർ. ഹിയർ ദേ ആർ. ഹിയർ ഇവിടെ, ദേ ആർ അവിടെ എന്നുള്ള അർത്ഥത്തിലല്ല. ഹിയർ ദേ ആർ എന്നുള്ള ഇതാ എന്നുള്ള അർത്ഥത്തിലാണ്. ഹിയർ ദേ ആർ, ഇതാ സാധനം കേട്ടോ എന്ന് പറഞ്ഞു തരില്ലേ? ആ രീതിയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതാ സാധനം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു കൊടുക്കുന്ന രീതിയാണ് ഓക്കെ, ഹിയർ ദേ ആർ. എന്ന് പറയും ഹിയർ ദേ ആർ. ദേ ആർ എന്നല്ല, ദേ ആർ. ഒന്ന് പറയൂ ഏഞ്ചലീന. Here they are. ഹിയർ ദേ ആർ ഒന്ന് പറഞ്ഞു നോക്കി മോൻ ഹഷീം. Here they are. ഹിയർ ദേ ആർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ എന്ന് പറഞ്ഞേ. Here they are. അപ്പോൾ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു, ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആ ഒരു ഐഡിയ അവിടെ നമുക്ക് കിട്ടി. ഈ 2 പോയിന്റ് കൂടി നമ്മളൊന്ന് ചേർത്തിട്ട് പറയാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്കൊരു 2 കിലോ ബനാന വേണം എന്ന് പറയുന്നു. അപ്പോൾ ഓക്കെ, ഹിയർ ദേ ആർ എന്ന് പറയുന്നു. അപ്പോൾ എനിത്തിങ് എൽസ് യു നീഡ് എന്നുള്ള സംഭവം ഒന്ന് ഇവിടെ നിന്ന് ചോദിക്കുക. ഹാഷിം ഒന്ന് ചോദിക്കുക. അപ്പോൾ ഏഞ്ചലീന ആൻസർ പറയും. എന്നിട്ട് അതിന് തുടർച്ചയായിട്ട് ഹിയർ ദേ ആർ വരെ പറയണം കേട്ടോ. Okay. Anything else you need? Yes, I need 2 kilos of bananas. Okay, here they are. സൂപ്പർ, സൂപ്പർ. ഓക്കെ, ഇതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും ഇതേപോലെ ഉറക്കെ ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. തെറ്റിപ്പോയിക്കോട്ടെ, ഒരു തവണ ചിലപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് അതേപോലെ പറ്റണമെന്നില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഞാൻ റിപ്പീറ്റ് ഈസ് ദ, എന്താണ് ഹാഷിം പറയാ? റിപ്പീറ്റ് ഈസ് ദ Repetition is the key to success. Yes, repetition is the key to success. ഞാൻ നിരവധി തവണ വീഡിയോയിൽ പറയാറുണ്ട്. അപ്പോൾ ഹാഷിം അത് നിരന്തരമായി കേട്ടിട്ട് ഹാഷിം കഴിഞ്ഞ ദിവസം എന്നോട് പറയായിരുന്നത് ഹാഷിമിന്റെ വീഡിയോയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. റെപ്പിറ്റേഷൻ ഈസ് ദ കീ പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏത് ഭാഷ പഠിക്കുന്ന സമയത്തും ഈ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. How much for the total? വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ, അതായത് മൊത്തം എത്രയായി. നമ്മൾ ചോദിക്കാറില്ലേ സാധനങ്ങളൊക്കെ എടുത്തിട്ട്, അല്ല മൊത്തം എത്രയായി, ടോട്ടൽ എത്ര, എല്ലാം കൂടെ ടോട്ടൽ എത്രയാ എന്നൊക്കെ ചോദിക്കല്ലേ? ഈ രീതിയാണ്, ഈ പറയുന്ന രീതിയാണ് ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ. ടോട്ടൽ അല്ല, ടോട്ടൽ. ടോട്ടൽ പറഞ്ഞു നോക്കിയേ ഏഞ്ചലീന. Total. ഒന്ന് പറഞ്ഞു ഹാഷിം. Total. ടോട്ടൽ.
ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ. ഫോർ എന്ന് വേണ്ട, ഫോർ ദ ടോട്ടൽ. ഇനി ശരിക്കും റായും ഴായും കൂടി ചേർന്നിട്ടാണ് ശരിക്കും അത് വരിക. സോറി അല്ല, സോറി. സോറി ഴാ കൊടുത്തു നോക്കിയേ, ഒന്ന് പറഞ്ഞു നോക്കിയേ ഹാഷിം. സോറി. സോറി. അതുപോലെ ഫോർ. ഫോർ അല്ല, ഫോർ. ഫോർ. അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല, നിങ്ങൾ ഫോർ എന്ന് പറഞ്ഞാൽ മതി. ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ. ഫോർ ദ ടോട്ടൽ എന്ന് പറഞ്ഞു നോക്കിയേ. ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ. യെസ്, ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ. ഒന്ന് പറഞ്ഞു നോക്കുക ഏഞ്ചലീന. How much for the total? ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ. കേട്ടോ, അപ്പൊ പറയാണ് ഒരു 300 രൂപ ആയിട്ടുണ്ട്. മൊത്തം ഒരു 300 രൂപ, മൊത്തം 300 രൂപയായി. ഓക്കെ, അതാണ് ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ. അപ്പൊ മൊത്തം 300 രൂപയായി. അതെങ്ങനെയാണ് പറയുന്നത് നോക്കാം. Total is 300 rupees. എന്ത് പറയും? Total is 300 rupees. Total is 300 rupees. അല്ലേ? Total is 300 rupees. ഒന്ന് പറഞ്ഞു നോക്ക് ഏഞ്ചലീന. Total is 300 rupees. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയാം കേട്ടോ. നമുക്ക് കാരണം ഞാനിപ്പോൾ ഒരു 300 രൂപ പറഞ്ഞു, നിങ്ങൾക്ക് 500 എത്രയാണോ അത് അതേപോലെ തന്നെ പറയാം. പക്ഷെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചോദിക്കാവുന്നതാണ് ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ. ഇങ്ങനെയുള്ള കോൺവെർസേഷനുകൾ ശരിക്കും ഇത് നമ്മളിങ്ങനെ ലൗഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വോയിസ് റെക്കോർഡ് ചെയ്യുക. നമ്മുടെ ഇതേപോലെ വോയിസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. നമുക്കത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, എന്താണ് പെട്ടെന്ന് പുതിയ പുതിയ വീഡിയോസ് സെൻഡ് ചെയ്യാത്തതെന്ന്. യൂട്യൂബിലെ വീഡിയോകൾ നമുക്ക് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, പക്ഷേ സമയക്കുറവുകൊണ്ടാണ്. നമ്മളുടെ ഓരോ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നതും ഇതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള കോൺവെർസേഷനുകൾ തരികയും ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് വോയിസ് അയക്കുമ്പോൾ അത് മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അറ്റ് എ ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാരെ എടുത്തിട്ടാണ് ഓരോ ഗ്രൂപ്പുകളായി തിരിച്ചാണ് വാട്സപ്പിലൂടെയും അതുപോലെ വോയിസ് നിങ്ങൾ അയക്കുന്ന വോയിസുകൾ ചെക്ക് ചെയ്തൊക്കെ പ്രാക്ടീസാണ് നമുക്ക് തരുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമയ പരിമിതി കൊണ്ടാണ് നമുക്ക് ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ ഇടാത്ത. ഫീയൊക്കെ അടച്ചോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അപ്പോൾ അവരെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്ത. പരമാവധി വീഡിയോസ് ഞാൻ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ അവർ നിരന്തരമായി ചോദിക്കുന്ന കാര്യമാണ് പുതിയ ക്ലാസ്സസ് എപ്പോഴാണ്, എങ്ങനെയാണ് ചേരുക. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ ഒരു വാട്സപ്പ് നമ്പർ കാണിച്ചിട്ടുണ്ട്. ആ നമ്പർ 9995582247. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് നിങ്ങൾക്കൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും. ആ ഗ്രൂപ്പിൽ നമ്മൾ പറയുന്നതായിരിക്കും പുതിയ ക്ലാസ്സുകൾ വരുന്ന സമയത്ത്. പിന്നെ ഇടയ്ക്ക് അതിൽ ഫ്രീ സെഷൻസ് ഉണ്ടാവും, ഇടയ്ക്ക് ഡെമോൺസ്ട്രേഷൻ സെഷൻ ഉണ്ടാവും. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിൻ്റെ പല ടിപ്സുകളൊക്കെ വോയിസ് ആയിട്ടും ഒക്കെ ചില വീഡിയോസുകളായിട്ടും നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഒപ്പം നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് വരേണ്ടവർക്ക് വരാം. ഫീസും കാര്യങ്ങളൊക്കെ ഓരോ കോഴ്സിനും വ്യത്യാസമായിരിക്കും. നിലവിലുള്ള ബാച്ചുകളെല്ലാം ഫുള്ളാണ്. പുതിയ ബാച്ച് ഒരു ചെറിയ ബാച്ച് കുറച്ച് ആളുകളുടെ ഒരു 15 ഒക്കെ ആളുകളുടെയൊക്കെ നമുക്ക് അറ്റ് എ ടൈമിൽ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മെസ്സേജുകൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മറുപടി അയക്കാൻ പറ്റാത്ത വേറൊന്നുമല്ല. ഇപ്പം നമ്മൾ 32ാമത്തെ ഗ്രൂപ്പിലൂടെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും ഏകദേശം 1000-നടുത്ത് ആളുകളുണ്ട്. അപ്പോൾ എങ്ങനെയാലും 10,000, 32,000 ആൾക്കാരായി കഴിഞ്ഞു. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും കൂടി മെസ്സേജ് അയച്ചാൽ മറുപടി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കോമൺ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ തുടർച്ചയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഒരാൾ നമ്മളോട് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു, മൊത്തം എത്ര വില എന്ന് ചോദിച്ചു, ടോട്ടൽ 300 rupees എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മളിത് പേയ്മെന്റ് ചെയ്യണം. ഹാഷിം, പേയ്മെന്റ് ചെയ്യേണ്ട പിന്നെ അല്ലേ? അപ്പോൾ മോന് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എങ്ങനെയാ കടയിൽ പോയിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത്? എങ്ങനെയാണ്? നേരെ ക്യാഷ് കൊടുക്കുകയാണോ ചെയ്യുക, വേറെ എന്തെങ്കിലും ആണോ, എങ്ങനെ ചെയ്യാം? എന്റെ ഉമ്മ പലപ്പോഴും ഗൂഗിൾ പേ ആണ് ചെയ്യാറ്. ഗൂഗിൾ പേ ചെയ്യുന്നത് അല്ലേ? അല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കാം. നമ്മൾ പലപ്പോഴും എല്ലാവരും തന്നെ ഇപ്പൊ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇങ്ങനെയുള്ള പല ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ അതേപോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കട്ടെ, ഞാൻ ഗൂഗിൾ പേ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം എങ്ങനെയാ വരിക എന്നുള്ളത്. ഒന്ന് കേട്ടോളൂ കേട്ടോ. Can I use Google Pay? Can I use Google Pay? Can I use ഞാൻ ഉപയോഗിക്കട്ടെ. Can I use ഞാൻ ഉപയോഗിക്കട്ടെ. Google Pay. അപ്പൊ ഞാൻ ഫോൺ പേ യൂസ് ചെയ്യട്ടെ. എങ്ങനെ പറയും ഏഞ്ചലീന? Can I use phone pay? Can I use phone pay? ഇമോനെന്ന് പറഞ്ഞ് ഇപ്പോ ആമസോൺ പേ ഉപയോഗിക്കട്ടെ എന്ന്. Can I use Amazon Pay? ഓക്കെ, അതുപോലെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾ ഏത് പേയ്മെന്റ് ആണോ, പേടിഎം ആണ്, പേടിഎം, എനിത്തിങ് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചോദിക്കാം. Can I use എന്ന് പറഞ്ഞിട്ട് ആ സംഭവം പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ പറയാണ് തീർച്ചയായിട്ടും ഉപയോഗിക്കാമല്ലോ, അവിടെ ഏതാ സ്കാനർ ഉണ്ട് അല്ലേ? Can I use Google Pay എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്കാനർ എവിടെയാണെന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്.
സ്കാനർ കാണാത്തോണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ സ്കാനർ ഇതാ അവിടെ ഉണ്ടല്ലോ എന്ന് പറയാം. തീർച്ചയായിട്ടും ഇതാ സ്കാനർ അവിടെ ഉണ്ടല്ലോ എന്ന് പറയില്ലേ? അതെങ്ങനെയാന്ന് കേൾക്കാം. Of course, there's a scanner here. ഓഫ് കോഴ്സ്, ശരിക്കും ഓഫ് കോഴ്സ് അല്ല, ഓഫ് കോഴ്സ് എന്നാണ് ശരിക്കും പറയുന്നത്. ഓ ആണെങ്കിലും ഉച്ചാരണം എന്താണ്? ഓഫ് കോഴ്സ്. ആയാണ് ചെറുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ വരിക. എങ്ങനെ പറയും മോനെ? Of course, there's Of a course. scanner here. യെസ്, ഓഫ് കോഴ്സ് there is a scanner here. എങ്ങനെ പറയും മോനെ? Of course, there's a scanner here. There is a scanner here. എങ്ങനെ പറയും ഏഞ്ചലീന? Of course, there's a scanner here. Yeah, correct. Of course there is a scanner here. Of course എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. There is a scanner here. ദാ അവിടെ ഉണ്ടല്ലോ, സ്കാനർ അവിടെ ഉണ്ടല്ലോ. ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. Of course there is a scanner here. ഓക്കെ, ഈ സംഭവമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് സ്കാനറാണോ ഏതാണോ അത് വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കാം. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയേണ്ട കാര്യം ഇതാണ്. എന്താണ്? Thank you. എന്താ പറയും? Thank you. താങ്ക് യു എന്ന് പറയും ഏഞ്ചലീന. Thank you. അപ്പോൾ നമ്മളൊരു ഷോപ്പിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പർച്ചേസ് ഒക്കെ ചെയ്തു പോകുമ്പം താങ്ക് യു എന്ന് പറയുമ്പം അവർ നല്ല രീതിയിൽ പോകുമ്പോൾ എന്തായാലും ഇങ്ങനെയും കൂടി പറയാം. എങ്ങനെയാ പറയാൻ ശ്രദ്ധിക്കുക? Have a good day. ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയും. ഹാവ് എ ഗുഡ് ഡേ. ഹാവ് എ നല്ലൊരു ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയും. Have a good day. ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയും. Have a good day. ഹാവ് എ ഗുഡ് ഡേ. റൈറ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി നമുക്ക് നിങ്ങൾ രണ്ടാളും ഒരു കോൺവെർസേഷൻ ആയിട്ടൊന്ന് പറയണം കേട്ടോ. ഓക്കെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളും ഇവർ പറയുന്നേക്കാൾ വേഗതയിൽ പറയാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. തെറ്റിപ്പോകരുത്. നമുക്ക് ഇവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയിച്ചു നോക്കാം എങ്ങനെയാണ് ഇത് പറയേണ്ടതെന്ന്. ആദ്യം ഈ കോൺവെർസേഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കേൾക്കുകയും ചെയ്യാം. ഇവർ സംസാരിക്കുന്ന വെറുതെ നമുക്കൊന്ന് കേൾക്കണോ? നമുക്ക് ഇവരൊന്ന് സംസാരിക്കും, നമുക്കൊന്ന് പറഞ്ഞൊന്ന് കേട്ട് നോക്കാം. എന്താ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാമല്ലോ. പല രീതിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിട്ടുണ്ട്. ഞാനൊരു ഒന്ന് പ്ലേ ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. Do you have fresh apples here? Yes, they're near the oranges. How much for a kilo? It's 200 rupees per kilo. I'll take 1 kilo, please. Anything else you need? Yes, I need 2 kilos of bananas. Anything else you need? No thanks. That's enough. Okay, here they are. How much for the total? Total is 300 rupees. Can I use Google Pay? Of course, there's a scanner here. Thank you. Have a good day. ഓക്കെ, ഇത് കേട്ടോ നിങ്ങള്? Yes. ഇനി ഈ സംഭവം നിങ്ങൾ പറയാൻ പോവാണ്, നിങ്ങൾ രണ്ടാളും. ഓക്കെ, ഒരാളൊരു ക്യാരക്ടർ എടുക്കുന്നു, അടുത്ത ക്യാരക്ടർ രണ്ടാമത്തെ ആൾ എടുക്കുന്നു. തെറ്റിപ്പോയാൽ ഒന്നും ടെൻഷൻ ആവണ്ട. ഈ ലോങ് കോൺവെർസേഷൻ കാണുമ്പോൾ ആൾക്കാർക്ക് പേടി. അയ്യോ ഇത്രയൊക്കെ ഞാൻ തന്നെ പറയണോ? അങ്ങനെ പേടിയുണ്ടോ? എഞ്ചലീന പേടി തോന്നില്ല? ചെറുതായിട്ട് പേടിയുണ്ടോ? ചെറുതായിട്ട്. ഡോണ്ട് വറി, തീരെ വേണ്ട. എന്തിനാ പേടി തോന്നേ? ഹാഷിമേ പേടിയുണ്ടോ പോലും? അധികമൊന്നുമില്ല, എന്നാലും ചെറുതായി. ഇത് തെറ്റിപ്പോകുന്നൊരു പേടിയാ? നമ്മൾ അടിപൊളിയായിട്ടൂടെ ചെയ്യും, സൂപ്പറായിട്ട്. നമ്മൾ ഈ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ പല സുഹൃത്തുക്കളും ഇതേപോലെ തന്നെ പേടി ഉണ്ടാവും. ചിലപ്പോൾ ഇത്രയും വലിയ സെന്റൻസ് നമ്മൾ പറയണോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. ഡോണ്ട് വറി, ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു വോയിസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം. അതായത് ക്യാരക്ടർ എയും ബിയും തരുന്നതിൽ ആദ്യം ക്യാരക്ടർ എ പറയുന്നു, ബിയുടെ വോയിസ് കട്ട് ചെയ്യാം. അതിനുശേഷം ക്യാരക്ടർ ബി പറയുന്നു, എയുടെ വോയിസ് കട്ട് ചെയ്യാം. ആ ഗ്യാപ്പിൽ നിങ്ങളാണ് പറയേണ്ടത്. ആ രീതിയിലുള്ള ഒരു പ്രാക്ടീസും കൂടി ഞാൻ അവസാനം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇവർ രണ്ടാളും സംസാരിക്കുമ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം ഇവർക്ക് പറയാൻ പറ്റുന്നുണ്ട്, എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഇനി ഈ വീഡിയോ ഒരു 4 times ഒരാൾ വാച്ച് ചെയ്ത് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഇവർ ചെയ്തതുപോലെ തീരെ അറിയാത്ത ഒരാളാണെങ്കിൽ 4 തവണയെങ്കിലും ഞങ്ങളുടെ കൂടെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഒരുപാട് ഗ്രാമറൊക്കെ പഠിച്ച് കുറേ ഇംഗ്ലീഷ് എഴുതാനും ഒക്കെ പഠിക്കുക എന്നുള്ളതല്ല. കൊച്ചു കൊച്ചു കോൺവെർസേഷനിൽ അതെങ്ങനെയാണ് ഐഡിയ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ നിത്യജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റുക. മറ്റേ ആളുകൾക്ക് ഗ്രാമറും കാര്യങ്ങളും എല്ലാം അറിയായിരിക്കും, പക്ഷേ ഒരു ചെറിയ കോൺവെർസേഷൻ പറയുന്ന സമയത്ത് അത് അറിയില്ല. പിന്നെ കുറേ ഫില്ലേഴ്സ് ഉണ്ട്. ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെൻ ഐ യൂസ് ഗൂഗിൾ പേ, ഞാൻ ഗൂഗിൾ പേ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ്, പിന്നെന്താ, തീർച്ചയായും ഉണ്ട്. അങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ യെസ് ഐ നീഡ് 2 kilos of banana എന്ന് പറയുമ്പോൾ ഓക്കെ ഹിയർ ദേ ആർ ഉണ്ടാ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളോട് പറയുമ്പോഴാണ് ലൈവായിട്ട് ആ കോൺവെർസേഷൻ നിൽക്കുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കോൺവെർസേഷനുകൾ ചെയ്യണം. അപ്പോൾ നമ്മളെ മിടുക്കരായ പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചലീനയും ഹാഷിമും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും ഇതെങ്ങനെയാണ് ഈ കോൺവെർസേഷൻ ചെയ്യുന്ന നോക്കാം. ആരാണ് ഷോപ്പ് കീപ്പർ? രണ്ടാളും ആവുക. ഓക്കെ, നമുക്ക് ഹാഷിമിനോടെ ഹാഷിം എടുക്കാം. ഏതാ മോൻ ഇഷ്ടം? മോൻ എളുപ്പം ഏതാ? എനിക്ക് ഷോപ്പ് കീപ്പർ ആവുന്നതാണ്. ആയിക്കോട്ടെ, മോൻ ഇഷ്ടം. മോൻ ഷോപ്പ് കീപ്പർ. അപ്പൊ ഏഞ്ചലീന എന്നാൽ എന്ത് ചെയ്യുന്നേ?
കസ്റ്റമർ ആകാം. ഓക്കെ ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ് ഏഞ്ചലീന, അപ്പം ഹാഷിം സ്റ്റോർ അല്ല അങ്ങനെയല്ലേ പറഞ്ഞേ, സ്റ്റോർ കീപ്പർ മോനല്ലേ പറഞ്ഞേ? അപ്പൊ മോൻ രണ്ടാമത് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പറഞ്ഞോളൂ. Do you have fresh apples here? Yes, they are near the basket. ഡോണ്ട് വറി, ഇത് മാറ്റി പറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറയാം. ഇപ്പൊ ഓറഞ്ചസ് എന്ന് പറയുന്നതിന് പകരം ബാസ്കറ്റ്സ് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞ പോലെ ചോദിക്കണമെന്നേ ഇല്ല. ഞാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അടിച്ച് പൊടിച്ച് തകർത്ത് പറയാം. ഓക്കെ, ഹാപ്പിയാണോ? നിങ്ങളുടെ സന്തോഷമാണോ നമ്മളെ സന്തോഷം ആണോ? ഹാപ്പിയാണല്ലോ? അടിച്ചു പൊളിച്ച് തകർത്തോ. Okay, start. Do you have fresh apples here? Yes, they are near the fridge. How much for half a kilo? It's 250 rupees per kilo. I'll take 2 kilo, please. Anything else you need? No, thanks, that's enough. Okay, here they are. How much for the total? Total is 250 rupees. Can you use Paytm? Of course, there's a scanner here. Scanner here. Okay. Yeah. Thank you. Have a good day. വെരി ഗുഡ്, സൂപ്പർ. നല്ല സ്പോട്ട് ഇംപ്രവൈസേഷൻ ആണ്. രണ്ടാളും നല്ല അടിപൊളിയായി കട്ടക്ക് നിന്നു. പ്രത്യേകിച്ച് സ്പോട്ടിലാണ് അവർ ഓരോ കാര്യങ്ങൾ മാറ്റിയത്, ഇല്ലേ? നിങ്ങൾ മുൻകൂട്ടി ആലോചിച്ചിട്ടൊന്നുമില്ലല്ലോ. അന്നേരം ഓൺ ദ സ്പോട്ടിൽ എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് ഇപ്പോ മാറ്റാണ്. എത്ര കിലോയാണ്, സാധനം ഏതാണെന്നുള്ളതൊക്കെ മാറ്റാണ്. രണ്ടാളും നല്ല ഗംഭീര പെർഫോമൻസ് ആണ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്, റിയലി ഗുഡ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഉറക്കെ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. എങ്കിലാണ് നമുക്ക് സൂപ്പർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ ഒറ്റ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു 4 സെന്റൻസ് എങ്കിലും മാറ്റി ടൈപ്പ് ചെയ്ത് ഇവിടെ അയക്കുക. ഇപ്പോൾ ഡു യു ഹാവ് ഫ്രഷ് ആപ്പിൾസ് ഹിയർ എന്ന് പറയുന്നതിന് പകരം ഡു യു ഹാവ് ഫ്രഷ് ഓറഞ്ചസ് ഹിയർ, ഡു യു ഹാവ് ഫ്രഷ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ജ്യൂസസ് എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ പൈനാപ്പിൾസ്, ഡു യു ഹാവ് ഫ്രഷ് പൈനാപ്പിൾസ് ഹിയർ. ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടേതായ രീതിയിൽ ഒരു കോൺവെർസേഷൻ ടൈപ്പ് ചെയ്ത് അയക്കണം കേട്ടോ. ആരാണ് നല്ല മിടുക്കന്മാരായിട്ട് വെറൈറ്റി ആയിട്ട് കോൺവെർസേഷൻ ടൈപ്പ് ചെയ്ത് അയക്കുക എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആരായിരിക്കും ഗംഭീരമായിട്ട് ചെയ്യുന്നതെന്ന്. സാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് പൈനാപ്പിൾസ് ആണോ അതോ പൈനാപ്പിൾസ് ആണോ? പൈനാപ്പിൾസ്. ഓക്കെ, പൈനാപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എന്താ വെച്ചാൽ ശരിക്കും നമ്മളിവിടെ പൈനാപ്പിൾ എന്ന് പറയും, പൈനാപ്പിൾ. ഓക്കെ, അതാണ് ആ രീതിയിലാണ് പറയുന്നത് കേട്ടോ. അത് കുഴപ്പമില്ല. നമുക്ക് ഉച്ചാരണത്തിൽ ചെറിയ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് വന്നാലൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, ഡോണ്ട് വറി. പിന്നെ അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അയക്കുക. നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അയക്കുന്നുണ്ടുള്ള ഗുണം എന്താ അറിയോ? നമ്മൾ അതിനു വേണ്ടി ഒരു എഫേർട്ട് എടുക്കും. ജസ്റ്റ് നമ്മളിങ്ങനെ കേട്ടു പോകാതെ നിങ്ങൾ ഈ വീഡിയോ കേട്ടതിന് ശേഷം ഉടൻ തന്നെ ഇതിങ്ങനെ ടൈപ്പ് ചെയ്തേക്കും. നമ്മൾ അറിയാതെ ഈ ആശയം ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും. അതേപോലെ മറ്റു സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്ത് അയക്കുന്നതൊക്കെ നിങ്ങൾ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു പുതിയ ഐഡിയ ആണല്ലോ. അങ്ങനെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യും. ഒപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ അയക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്നും ആ ഐഡിയ വിട്ടുപോകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനം ഇവിടെ ഫ്രഷ് ആയിട്ട് ഇന്ന സാധനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു യു ഹാവ് ഫ്രഷ് ആപ്പിൾസ് ഹിയർ എന്നുള്ള, അതേപോലെ ഡു യു ഹാവ് ഫ്രഷ് എന്താ പറയുക ടൊമാറ്റോസ്, അല്ലെങ്കിൽ ഡു യു ഹാവ് ഫ്രഷ് പപ്പായ, അങ്ങനെയുള്ള ഐഡിയകളൊക്കെ പെട്ടെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ മൊത്തം എത്രയായി ഒറ്റയടി ചിലപ്പോൾ മലയാളത്തിൽ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നാലും സിമ്പിൾ ആയിട്ട് പറയാവുന്നേ ഉള്ളൂ. ഹൗ മച്ച് ഫോർ ദ ടോട്ടൽ? ഇപ്പൊ ഫ്രൂട്ട്സ് തന്നെ വേണമെന്നുണ്ടോ? ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും. ഇപ്പൊ വേണേ ചോദിക്കാം, ഡു യു ഹാവ് കോക്കനട്ട് ഹിയർ, ഡു യു ഹാവ് കോക്കനട്ട് ഹിയർ. കാരണം നമ്മളിവിടെ ഇപ്പൊ കുറച്ച് ഇവിടെ തേങ്ങ ഉണ്ടോ എന്ന് ചോദിക്കാൻ. ചിലപ്പോൾ ഇവിടെ ഒരു വെജിറ്റബിൾ ഷോപ്പ് ആയിരിക്കും, ചിലപ്പോൾ അവിടെ തേങ്ങ ചിലപ്പോൾ ഉണ്ടാകും. ചില വെജിറ്റബിൾ ഷോപ്പിലൊക്കെ തേങ്ങ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ അവിടെ സംശയം ഉണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കാം, ഡു യു ഹാവ് കോക്കനട്ട് ഹിയർ, ഇവിടെ കോക്കനട്ട് ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. എന്ത് വേണമെങ്കിലും, ഇനിയിപ്പോ കോക്കനട്ട് ഓയിൽ, എന്ത് സംഭവം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ക്ലിയർ ആണല്ലോ? നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ അടിപൊളിയായിട്ട് എത്ര ആൾക്കാർ ടൈപ്പ് ചെയ്ത് അയക്കും നോക്കാം. പറഞ്ഞോളൂ. സാർ, ഒരു ദിവസം ഞാൻ സാറിന്റെ വീഡിയോ കാണുമ്പോ ഞാന് എന്റെ മനസ്സിന് തന്നെ ഒരു ആശയം ഉണ്ടാക്കി എന്നോട് തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ കമന്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. എന്റെ ഫോണ് വേറെ ആളെടുത്തേന് ഹെഡ്ഫോണിൽ കേട്ടതായിരുന്നു അല്ലേ? സാറില്ല, ഇനി മോൻ അങ്ങനത്തെ വീഡിയോകൾ കാണുമ്പോൾ താഴെ മോൻ എന്ത് ചെയ്യണം, ഇതേപോലെ കമന്റും കൂടി ടൈപ്പ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതുപോലെ ഹാഷിമിന്റെ വീഡിയോകൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിനകത്ത് നമുക്ക് V1, V2, V3 വേർബ് അല്ലേ മോനെ, വേർബ് ഫോമിനെ പറ്റിയൊക്കെ പറയുന്നില്ലേ? വെരി ഗുഡ്. കണ്ടോ, നമ്മളെ കൂടെ കുട്ടികൾ പഠിക്കാന്ന് മാത്രമല്ല അവർ ഇതേപോലെ അവരുടെ കഴിവുകൾ ഡെവലപ്പ് ചെയ്ത് അവരുടേതായ
രീതിയിൽ യൂട്യൂബിലൂടെയും ഇതിലൂടെയൊക്കെ വരുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനമാണ്. അവർ തന്നെ പഠിപ്പിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു എനർജി സംഭവങ്ങളൊക്കെ വരും അല്ലേ എന്ന് പറയുന്നത് ഹാഷിം? അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചില വാക്കുകളുടെ V1 V2 V3 ഒന്നും അറിയില്ലായിരുന്നു. എന്റെ അമ്മക്ക് തന്നെ ചില സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് എനിക്കും എന്റെ അമ്മക്കും അറിയാത്ത വാക്കുകളൊക്കെ ഗൂഗിളിൽ നോക്കി ഞാനും അപ്പൊ പഠിക്കും, പിന്നെ മറ്റവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. വെരി ഗുഡ്, സൂപ്പർ അല്ലേ? അപ്പൊ അതുപോലെ മാഷ് നാൾ മോനോട് പറഞ്ഞില്ലായിരുന്നോ നമുക്ക് ഇതേപോലെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ വാക്കുകൾ ഉച്ചരിക്കുന്ന സംഭവങ്ങളിൽ കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ മോനിപ്പോ നന്നായി നോക്കാറുണ്ട്. വെരി ഗുഡ് അല്ലേ? സൂപ്പർ. അതേപോലെ തന്നെ നല്ല രീതിയിൽ അത് ചെയ്യണം. അതുപോലെ ഹാഷിമിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ എല്ലാവരും ഞാൻ ഈ അവസാനം ഇതിന്റെ ഈ കോൺവെർസേഷന്റെ A ക്യാരക്ടറും B ക്യാരക്ടറും സംസാരിക്കുമ്പോൾ A സംസാരിക്കുന്നതിന്റെ ഗ്യാപ്പ് തരാം. ആ ഗ്യാപ്പിൽ നിങ്ങൾ സംസാരിക്കണം. പിന്നെ B സംസാരിക്കാനുള്ള ഗ്യാപ്പ് ഇട്ട് അതിന് 2 ഓഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ പുതിയ വീഡിയോകളുമായി നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ യുവർ ക്ലോസ് ഫ്രണ്ട് സൂര്യ ധനീഷ്. എന്നോടൊപ്പം നമ്മുടെ 2 മിടുക്കന്മാരും കൂടിയുണ്ട്, ഹാഷിം ആൻഡ് ഏഞ്ചലീന. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ഫോർ നൗ. Do you have fresh apples here? Yes, they're near the oranges. How much for a kilo? It's 200 rupees per kilo. I'll take 1 kilo, please. Anything else you need? Yes, I need 2 kilos of bananas. Anything else you need? No thanks. That's enough. Okay, here they are. How much for the total? Total is 300 rupees. Can I use Google Pay? Of course, there's a scanner here. Thank you. Have a good day.